our physics tutorial. Current electricity എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +2 ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓംസ് ലോ പഠിച്ചു അല്ലേ? എന്തായിരുന്നു ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the current flowing through a conductor is directly proportional to potential difference between the ends of the conductor. അതായത് I is directly proportional to V. Current is directly proportional to potential difference at a constant temperature. Or we can write V is directly proportional to I, or V is equal to a constant R into I. Here R is called what? R is called the resistance of the conductor. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. We can write R is equal to V divided by I. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് what are the factors on which resistance of a conductor depends. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഏതൊക്കെ കാര്യങ്ങളെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 കാര്യങ്ങളെയാണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? നമ്പർ 1, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. Number 2, area of cross section of the conductor. Number 3, material of the conductor. And number 4, temperature. ഈ 4 കാര്യങ്ങളെയാണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ കണ്ടക്ടറിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ ആ കണ്ടക്ടർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് കൂടാതെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്ന് നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും അതേപോലെ മെറ്റീരിയലിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ച് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഏരിയ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വി ക്യാൻ റൈറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ക്യാപിറ്റൽ R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. വി ക്യാൻ ആൾസോ റൈറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതേപോലെ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് വാട്ട്? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L ഡിവൈഡഡ് ബൈ A എന്ന് എഴുതാം. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L, R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A. Therefore we can write what? R is directly proportional to what? L by A. Or we can write R is equal to a constant rho into L divided by A. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റിനെ ഈക്വൽ ടു ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കോൺസ്റ്റന്റ് ആണ് ആര്? റോ. റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി. റോ ഈസ് എ കോൺസ്റ്റന്റ് and is called resistivity of the material of the conductor. Rho is called resistivity of the material of the conductor. കണ്ടക്ടർ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളത് ആ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്നാണ് നമ്മൾ ഏത് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഇതിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് R ഈസ് പ്രൊപ്പോർഷണൽ ടു L by A, or R ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് റോ ഇൻറ്റു L by A. This is the equation for resistance of a conductor in terms of length of the conductor and its area of cross section. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ആണിത്.
ആരുടെയൊക്കെ ടേമിൽ? അതിന്റെ ലെങ്ത്തിന്റെ ടേമിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ ടേമിലും. ഇവിടെ റോ എന്താണ്? റോ ഈസ് കോൾഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി കണ്ടക്ടർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ്? റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും അല്ലെ? നമ്മൾ എൽ ബൈ എനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? എ ബൈ എൽ എന്നായിട്ട് മാറും. റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. ഇതാണ് ആരുടെ ഇക്വേഷൻ? ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. ഇനി നമുക്ക് എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് നോക്കാം. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്നാണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മീറ്റർ സ്ക്വയറിന്റെ മീറ്ററും ഡിനോമിനേറ്ററിലെ മീറ്ററും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ എന്നാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ എന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. ഇവിടെ ഞാൻ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ഈസ് ഈക്വൽ ടു 1 മീറ്റർ സ്ക്വയർ ആണ്. അതേപോലെ ആ കണ്ടക്ടറിന്റെ ലെങ്ത് എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 മീറ്റർ ആണ്. ഈ വാല്യൂസ് ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് റോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ആർ ഇൻറ്റു എന്റെ വാല്യൂ എത്രയാണ്? 1 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ വാല്യൂ എത്രയാണ്? 1 മീറ്റർ. അപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? റോ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ആർ എന്ന് കിട്ടുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി അതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ. റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടർ having unit length and unit area of cross section. Resistivity of material of a conductor is equal to resistance of that conductor having unit length and unit area of cross section. നമ്മൾ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്? ശ്രദ്ധിക്കുക. We have the equation for resistivity. Rho is equal to R into A divided by L. Okay, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ആ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? യൂണിറ്റി ആണ്, 1 മീറ്റർ സ്ക്വയർ ആണ്. അതിന് ലെങ്ത് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്ന ഇക്വേഷൻ എന്താവും? ആർ ഇൻറ്റു 1/1 ഈസ് ഈക്വൽ ടു ആർ. ദാറ്റ് ഈസ് റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് and it is inversely proportional to area of cross section. That is, R is proportional to L by A, or R is equal to rho into L by A, where rho is called what? Rho is a constant and it is called resistivity of the material of the conductor. We can write from this equation rho is equal to R into A by L. The unit of resistivity is ohm meter. How we can define resistivity of material of a conductor? Resistivity of material of a conductor is equal to resistance of that conductor having unit length and unit area of cross section. Okay, ഇവിടെ ഞാൻ 3 ഡിഫറെന്റ് കേസസുകൾ പറയുകയാണ്. ഓരോ കേസിലും ഞാൻ ഒരു പെയർ ഓഫ് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു. ഒന്നാമത്തെ കേസ് ഇതാണ് ഫസ്റ്റ് കേസ്, ഇതാണ് സെക്കൻഡ് കേസ്, ഇതാണ് തേർഡ് കേസ്. ഒന്നാമത്തെ കേസിൽ എന്താണ്? 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത് L1 ആണ്, രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത് L2 ആണ്. ഒന്നാമത്തെ കണ്ടക്ടറിന്റെയും രണ്ടാമത്തെ കണ്ടക്ടറിന്റെയും രണ്ടാളുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? സെയിം ആണ്. എത്രയാണ്? സ്മോൾ ലെറ്റർ A. പിന്നെ 2 മെറ്റീരിയലും 2 കണ്ടക്ടറും നിർമ്മിച്ചിട്ടുള്ളത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ്? കോപ്പർ എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. ഓക്കെ, ഇവിടെ ഏത് കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ? ഒന്നാമത്തെ കണ്ടക്ടറിനായിരിക്കോ അല്ല രണ്ടാമത്തെ കണ്ടക്ടറിനായിരിക്കോ? നമുക്ക് പിക്ചർ വളരെ ക്ലിയർ ആണ്. L2 ഈസ് ഗ്രേറ്റർ ദാൻ L1. രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത് ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ ആരേക്കാൾ? ഒന്നാമത്തെ
കണ്ടക്ടറിനേക്കാൾ. എന്തുകൊണ്ട്? റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ലെങ്ത് വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യും. ഇവിടെ രണ്ടാമത്തെ കണ്ടക്ടറിനാണ് ലെങ്ത് കൂടുതൽ, ഒന്നാമത്തെ കണ്ടക്ടറിന് ലെങ്ത് കുറവാണ്. രണ്ടാളുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആണ്, രണ്ടും നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലും സെയിം ആണ്. പക്ഷെ രണ്ടാമത്തെ ലെങ്ത് കൂടുതലായതുകൊണ്ട് വി ക്യാൻ സേ R2, രണ്ടാമത്തെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ R1. ഇനി നിങ്ങൾ സെക്കൻഡ് കേസ് എടുക്കുക. സെക്കൻഡ് കേസിലും രണ്ട് കണ്ടക്ടറും നിർമ്മിച്ചിട്ടുള്ളത് കോപ്പർ മെറ്റീരിയൽ കൊണ്ടാണ്. രണ്ടാളുടെയും ലെങ്ത് സെയിം ആണ്, പക്ഷെ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് A1 ആണ്, രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ആണ്. പിക്ചറിൽ ക്ലിയർ ആണ്. A2 ഈസ് ഗ്രേറ്റർ ദാൻ A1. രണ്ടാളുടെയും ലെങ്ത് ഈക്വൽ ആണ്, രണ്ടും ഒരേ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനേക്കാൾ കൂടുതലാണ്. A2 ഈസ് ഗ്രേറ്റർ ദാൻ A1. നമ്മൾക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വർദ്ധിക്കുമ്പോൾ റെസിസ്റ്റൻസ് എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ടാമത്തെ കണ്ടക്ടറിനാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതൽ, അപ്പൊ ഇതിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഒന്നാമത്തെ കണ്ടക്ടറിന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവായതുകൊണ്ട് അതിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പൊ ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? R1 ഈസ് ഗ്രേറ്റർ ദാൻ R2 എന്ന് പറയാം. R1 ഈസ് ഗ്രേറ്റർ ദാൻ R2. എന്താണ് കാരണം? രണ്ടാളിലും ഒന്നാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവാണ്, രണ്ടാമത്തെ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുതലാണ്. ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. അതുകൊണ്ടാണ് R1 ഗ്രേറ്റർ ദാൻ R2 ആയത്. ഇനി നിങ്ങൾ നോക്കുക, മൂന്നാമത്തെ കേസ് നോക്കുക. മൂന്നാമത്തെ കേസിൽ രണ്ടാളുടെയും ലെങ്ത് L ആണ്, രണ്ടാളുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അതായത് രണ്ട് കണ്ടക്ടേഴ്സിന്റെയും ലെങ്ത്തും സെയിം ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്. മൂന്നാമത്തെ കേസിൽ രണ്ട് കണ്ടക്ടേഴ്സിന്റെയും ലെങ്ത്തും സെയിം ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആണ്. രണ്ട് കണ്ടക്ടേഴ്സിന്റെയും ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും സെയിം ആയതുകൊണ്ട് മാത്രം ഈ രണ്ട് കണ്ടക്ടേഴ്സിന്റെയും റെസിസ്റ്റൻസ് സെയിം ആയിരിക്കുമോ? ഇല്ല. എന്തുകൊണ്ടില്ല? രണ്ടാളും നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്. ഇവിടെ കോപ്പർ ആണ് എങ്കിൽ രണ്ടാമത്തെ കണ്ടക്ടർ നിർമ്മിച്ചിട്ടുള്ളത് ആരെ കൊണ്ടാണ്? അലൂമിനിയത്തെ കൊണ്ടാണ്. നമുക്കറിയാം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ എ എന്നാണ്. ഓക്കെ, R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ എ. എന്താണ് റോ? റെസിസ്റ്റിവിറ്റി ആണ്. എന്താണ് L? ലെങ്ത്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. രണ്ടാളുടെ കേസിലും എല്ലും ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? സെയിം ആണ്. പക്ഷെ രണ്ടും ഡിഫറെന്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് രണ്ടാളുടെ കേസിലെയും റെസിസ്റ്റിവിറ്റി എന്തല്ല? സെയിം അല്ല. റെസിസ്റ്റിവിറ്റി ഈസ് കോൺസ്റ്റന്റ് ഫോർ എ പർട്ടിക്കുലർ മെറ്റീരിയൽ. ഒരു കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ അതിന്റെ ലെങ്ത് എത്ര ആയിക്കോട്ടെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര ആയിക്കോട്ടെ, കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കണ്ടക്ടർ അതിന്റെ ലെങ്ത് എത്ര വലുതായിക്കോട്ടെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര ആയിക്കോട്ടെ, കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അലൂമിനിയം എന്ന് പറയുന്ന മെറ്റീരിയൽ അതിന്റെ ലെങ്ത് എത്ര ആയിക്കോട്ടെ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്ര ആയിക്കോട്ടെ, അലൂമിനിയം എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അലൂമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റിയും കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റിയും എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഈ രണ്ട് കണ്ടക്ടേഴ്സും നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയൽ ഡിഫറെന്റ് ആയതുകൊണ്ട് ഈ രണ്ട് കണ്ടക്ടേഴ്സിന്റെയും റെസിസ്റ്റിവിറ്റി എന്തായി? ഡിഫറെന്റ് ആയി. റെസിസ്റ്റിവിറ്റി ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളുടെയും റെസിസ്റ്റൻസും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ കോപ്പറിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതലെങ്കിൽ ഈ കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ, ഈ കണ്ടക്ടറിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. നേരെ മറിച്ച് അലൂമിനിയത്തിനാണ് റെസിസ്റ്റിവിറ്റി കൂടുതലെങ്കിൽ രണ്ടാമത്തെ കണ്ടക്ടറിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതൽ, ഒന്നാമത്തെ കണ്ടക്ടറിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്? R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ എ എന്നാണ്. അവിടെ L ലെങ്ത് ആണ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, റോ എന്ന് പറയുന്നത് എന്താണ്? ആ കണ്ടക്ടർ നിർമ്മിച്ചിട്ടുള്ള മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ്. ഓക്കെ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എക്സാമിന് ചോദിക്കലുണ്ട്. ഓക്കെ.